ദക്ഷിണേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി വിതച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും മേഖലയിലെ സമാധാനം അപകടത്തിലാണെന്നും പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറണമെന്നും അർത്ഥവത്തായ ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും സർദാരി ആവശ്യപ്പെട്ടു. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് ഏക വഴിയെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ സമാധാനത്തിന്റെ വക്താവാണെന്നും യുദ്ധം ഒരിക്കലും ശുപാർശ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ സർദാരി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇതിനെ ഹൈഡ്രോ ടെററിസം അഥവാ ജലഭീകരവാദം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജലപ്രവാഹത്തെ ഇന്ത്യ ആയുധമാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 1960 നിലവിൽ വന്ന സിന്ധു നദീജല കരാർ ലംഘിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ കരുതുന്നു. പാകിസ്ഥാന്റെ കൃഷിയും സാമ്പത്തിക വ്യവസ്ഥയും ഈ നദികളെ ആശ്രയിച്ചാണെന്നിരിക്കെ ഇന്ത്യയുടെ തീരുമാനം രാജ്യത്തെ വരൾച്ചയിലേക്ക് തള്ളിവിടുമെന്ന് സർദാരി ഭയപ്പെടുന്നു.